1300ഓളം ഏക്കർ ഈ പാർക്ക് ഉണ്ട്. അതിന്റെ ഇടയിലൂടെയാണ് ഈ റോഡ് പോയേക്കണേ. ഏറ്റവും വെയിറ്റ് കുറഞ്ഞ കുറച്ച് ഐറ്റംസ് ആയിട്ടുള്ള കാർബോർഡ് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വേറൊരു സ്ഥലത്തേക്ക്. ഇത് വലിയൊരു പാർക്കാണല്ലോ, അപ്പൊ റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഇഷ്ടം പോലെ ആൾക്കാർ വേറെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 4 ടീം ഉണ്ടായിരുന്നു കേട്ടോ, റെഡ്, ഗ്രീൻ, ഓറഞ്ച്, യെല്ലോ. എനിക്ക് യെല്ലോ ആണ് കിട്ടിയത്. ഇത് നമ്മളെ ബൂംബാങ്ങില്ല യൂട്യൂബർ, അതേപോലെ എനിക്ക് തോന്നി. പിന്നെ കള്ളക്കൊതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, കാരണം എല്ലാവരും ഓരോ പോയിന്റിന് വേണ്ടിയിട്ട് ഭയങ്കര വാശി കൊടുത്തായിരുന്നു. അപ്പൊ ഞങ്ങളും ഭക്ഷണം കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ബിരിയാണി ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. ഹായ് മച്ചന്മാരെ, ഇന്ന് ഡിസംബർ 2 മുഷ്രി പാർക്കിൽ പോകാൻ വേണ്ടിയിട്ട് വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഇന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്, ഇന്ന് UAE നാഷണൽ ഡേ ആണ്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കാറിൽ കയറിയിട്ട് ഇവിടെ ഒരു ചേട്ടന്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ ഒരു ദുബായിലൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട്. അപ്പൊ അതിൽ കുറെ അംഗങ്ങളുണ്ട്, ഒരു 100 പേരുണ്ട്. എന്നെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാം കൂടി നാഷണൽ ഡേക്ക് അവധിയാണല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിന്റെ മെയിൻ ആൾക്കാരൊക്കെ പ്ലാൻ ചെയ്താണ് ഇങ്ങനെ ഇവിടെ മുഷ്രിപ്പാക്കി വെച്ചിട്ട് എല്ലാവർക്കും കൂടാന്നുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് പോകാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്, ഒരു റിമോട്ട് ഏരിയ ആണ്. ബസ്സിലൊക്കെ കയറി പോകാൻ കറക്റ്റ് ടൈമിൽ എത്തില്ല. അപ്പോൾ എല്ലാവരുടെ കാറുള്ള ആൾക്കാരുണ്ട് കുറേ പേര്. അപ്പോൾ അവരുടെയൊക്കെ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഞങ്ങൾ കാറിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ മുഷ്രി പാർക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത് ക്രിയേറ്റ് ചെയ്തെടുത്തേക്കാണ് കേട്ടോ. 1982 ദുബായ് മുനിസിപ്പാലിറ്റി ക്രിയേറ്റ് ചെയ്ത ഒരു പാർക്കാണിത്. 1300ഓളം ഏക്കർ ഈ പാർക്ക് ഉണ്ട്. അതിന്റെ ഇടയിലൂടെയാണ് ഈ റോഡ് പോയേക്കണേ. ഈ പാർക്കിന്റെ അകത്ത് ഇതേപോലെ റോഡുകളുണ്ട്. 1300 ഏക്കർ എന്ന് പറയുമ്പോൾ ഏകദേശം 5 കിലോമീറ്ററോളം ഉണ്ട്. അതിന്റെ ഉള്ളിൽ കൂടെ ഇത്തരത്തിലുള്ള റോഡുകളും ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് നടന്നു പോകാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കാർ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഓടിച്ചു പോകാം. നോർമലായിട്ടുള്ള റോഡ് ഉണ്ടല്ലോ പുറത്തെ, അതേപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തുള്ള റോഡുകൾ. പിന്നെ ഒരു ദിവസം ഒഴിവാണെങ്കിൽ അന്ന് നമ്മൾ കിടന്നുറങ്ങാന്നുള്ള വിചാരമായിരിക്കും. പക്ഷെ ഇന്ന് രാവിലെ തന്നെ എൻ്റെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു മുഖത്ത്. അങ്ങനെ ഞങ്ങളൊരു പാർക്കിംഗ് സ്ലോട്ടിലെത്തി. രാവിലെ ആയതുകൊണ്ട് തന്നെ അധികം കാറുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കാറിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ ഇറക്കാണ്ടായിരുന്നു. വലിയ വെള്ളത്തിന്റെ ക്യാന്, പിന്നെ ഗെയിം കളിക്കാനുള്ള കുറച്ച് പ്രോപ്പർട്ടീസ്, ഏറ്റവും വെയിറ്റ് കുറഞ്ഞ കുറച്ച് ഐറ്റംസ് ആയിട്ടുള്ള കാർബോർഡ് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു. പിന്നെ ഇപ്പൊ ചൂട് ഇല്ലാത്ത കാരണം ഡിസംബർ മാസം ആയതുകൊണ്ട് നടക്കാനൊക്കെ നല്ല സുഖമായിരുന്നു കേട്ടോ. പിന്നെ ഓരോരുത്തർക്ക് പറ്റിയ ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് ഓരോരുത്തർ നടക്കൽ തുടങ്ങി. പിന്നെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ ആദ്യം വന്ന എൻട്രൻസ് ഉണ്ടല്ലോ അവിടെ നിന്ന്, അതായത് പാർക്കിങ്ങിന്റെ അടുത്തായിട്ടുള്ളൊരു സ്പോട്ടിലാണ് ഞങ്ങൾ നിൽക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ നിൽക്കുന്നത് ഇപ്പോൾ. പിന്നെ ഇവിടെ കുറച്ച് പേര് ഷട്ടിൽ കളി, പിന്നെ അവര് അവിടെ ഇരുന്നിട്ട് ഫുഡ് റെഡിയാക്കല് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ, അവിടുത്തെ ഒരു സെക്യൂരിറ്റി അവിടെ ഓഫീസിലത്തെ ആൾ വന്നിട്ട് പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് കാരണം ഞങ്ങൾ മൈക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, സ്പീക്കർ ബോക്സ്. അപ്പോൾ അതൊന്നും അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക്, ഇത് വലിയൊരു പാർക്കാണല്ലോ, അപ്പോൾ റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ എത്തി, അവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഞങ്ങൾ വീണ്ടും സാധനങ്ങളൊക്കെ തിരിച്ചെടുത്തു. അപ്പോൾ ഈ ഒരു സ്പോട്ട് ഉണ്ടല്ലോ, ഇവിടെയാണ് ഞങ്ങൾ പ്ലേസ് കണ്ടുപിടിച്ചത്. കാരണം അത്യാവശ്യം കുറച്ച് തണലും കിട്ടും. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാറിൽ നിന്ന് കുറേ ഐറ്റംസ് രണ്ടാമത് തിരിച്ചിറക്കി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഇഷ്ടം പോലെ ആൾക്കാർ വേറെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഇഷ്ടം പോലെ. അതായത് നാഷണൽ ഡേ ആയതുകൊണ്ട് പല കമ്പനിക്ക് അവധിയാണ്. ദുബായിലെ ഒട്ടുമിക്ക സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള കുറച്ച് ഫാമിലീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവരാണ് ഈ ഫുഡ് ഉണ്ടായിക്കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ പാർക്കിൻ്റെ ഒരു സെറ്റപ്പ് ഇതായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകത, കംഫർട്ട് സ്റ്റേഷൻ, ടോയ്ലറ്റ് സൗകര്യം, അതൊക്കെ വളരെ കൃത്യമായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉണ്ടാവും. അത് നമുക്ക് പേടിക്കാനില്ല നമുക്ക്, കാരണം ഇത് തന്നെ അതിന് പാർക്കിൻ്റെ അകത്ത് പല പല സ്ഥലങ്ങളിലായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ നാഷണൽ ഡേ ആയതുകൊണ്ട് ബലൂണുകൾ കാര്യങ്ങൾ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റിൽ തന്നെ കുറച്ച് സ്വാഗത പ്രസംഗം, പിന്നെ അതേപോലെ തന്നെ ഈ ചേട്ടൻ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു ആളാണ്. അപ്പോൾ ആളുടെ ഒരു ഭക്തിഗാനം അതൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് ഉച്ചയ്ക്ക് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഓരോരുത്തർ കൈ പൊക്കിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുള്ളത്. അതിനുശേഷം ടീം സെലക്ഷൻ ആയിരുന്നു. പിന്നെ 4 ടീം ഉണ്ടായിരുന്നു കേട്ടോ, റെഡ്, ഗ്രീൻ, ഓറഞ്ച്, യെല്ലോ. എനിക്ക് യെല്ലോ ആണ് കിട്ടിയത്. പിന്നെ ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങൾ അതെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ പുള്ളിനെ എവിടെയോ കണ്ടിട്ടുണ്ടോ നോക്കിയേ, ഇത് നമ്മളെ ബൂംബാങ്ങില്ല യൂട്യൂബർ, അതേപോലെ എനിക്ക് തോന്നി. പിന്നെ പുള്ളിക്ക് ഇഷ്ടമായി അങ്ങനെ കാണിക്കാനൊക്കെ പറഞ്ഞപ്പോൾ അതേപോലെ കാണിക്കുകയും ചെയ്തിട്ടോ. പിന്നെ ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ. അടിപൊളി ഗെയിമുകളാണ് ഇനി തുടങ്ങാൻ പോണത്. പിന്നെ നാട്ടിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് വർഷത്തിലൊരിക്കലൊക്കെ ഇങ്ങനത്തെ പ്രോഗ്രാമുകളൊക്കെ ഇവിടെ ഉണ്ടാവുള്ളൂ. അത് കാരണം എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാനും പിന്നെ
ഇത് എൻജോയ് ചെയ്യാനും ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും. പിന്നെ കള്ളക്കൊതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, കാരണം എല്ലാവരും ഓരോ പോയിന്റിന് വേണ്ടിയിട്ട് ഭയങ്കര വാശി കൊടുത്തായിരുന്നു. പിന്നെ ബലൂൺ ഇങ്ങനെ പിടിച്ച് പോണ ഒരു ഗെയിം ഉണ്ടായിരുന്നു, അതിൽ ഞാൻ നിന്ന് കേട്ടോ. പിന്നെ വേറൊരു ഗെയിമാണിത്, കാർഡ് ബോർഡിൽ ഇങ്ങനെ കാല് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ആ ഫിനിഷിംഗ് പോയിന്റ് ഉണ്ട് അവിടെ വരാൻ പോകണം. ഇതും ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പിടിച്ചൊരു ഗെയിമായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ എയർപോർട്ടിന് അടുത്തായതുകൊണ്ട് നമുക്ക് ഫ്ലൈറ്റ് ഒക്കെ മേലെ കൂടെ പോണത് കാണാം കേട്ടോ. അതിവിടെ ദുബായിൽ എവിടെയെങ്കിലും നമുക്ക് കാണാൻ പറ്റും, അത് വേറെ കാര്യം. പിന്നെ നമ്മളെപ്പോലെ തന്നെ വന്നിട്ടുള്ള ആൾക്കാരായിട്ട് വരും. അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങളും ഭക്ഷണം കഴിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ബിരിയാണി ആയിരുന്നു കേട്ടോ, നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. പിന്നെ സാലഡ് ഉണ്ടായിരുന്നു, ഐസ്ക്രീം ഉണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാവരും സെറ്റ് ചെയ്തതിന് വലിയൊരു താങ്ക്സ് അവരോട് പറയണം. പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പരിചയപ്പെടുത്തലായിരുന്നു കേട്ടോ, കാരണം ഇത് എൻ്റെ സമുദായത്തിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പും കൂടിയാണ്. വിശ്വർമ്മ ബ്ലാക്ക് സ്മിത്ത് ആണ് കേട്ടോ. അപ്പൊ ദുബായിൽ ഇതിന്റെ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ എനിക്ക് പരിചയമുള്ളത് 2-3 പേരുണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാവരും അവിടെ വന്നിട്ടാണ് ഞാൻ പരിചയപ്പെട്ടത്. പിന്നെ പിള്ളേരുടെ ചെറിയ ഡാൻസ് പരിപാടി ഉണ്ടായിരുന്നു. എന്നിട്ട് ഈ പശുവിനെ ഞാൻ വീണ്ടും മേടിച്ചു 1300 രൂപയ്ക്ക്, 1300. ഓക്കെ, ആ പശുവിനോട്ട് വീണ്ടും വിറ്റു 1600 രൂപയ്ക്ക്. പിന്നെ വടംവലിയാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്തിരുന്നത്, കാരണം അപ്പോഴത്തേനും വൈകുന്നേരമായി, ലൈറ്റൊക്കെ കുറഞ്ഞു തുടങ്ങി. വടംവലി നല്ല സെറ്റപ്പായിരുന്നു. പിന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള സമൂസ കാര്യങ്ങൾ, ചായ, കാരണം വൈകിട്ട് ചായ ഉണ്ടെങ്കിൽ പിന്നെ വേറൊന്നും പറയാനില്ലല്ലോ. പിന്നെ ചായയുടെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഇരുട്ടായി. പിന്നെ ലേഡീസിൻ്റെ വടംവലി മത്സരമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രൈസ് വിതരണം. പിന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള എന്താ പറയുക, പോയിൻറ്റ്സ് മാറ്റത്തിലൂടെ ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അത് എങ്ങനെയാണെന്ന് ഇപ്പോഴും ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. ഞങ്ങൾ നോർമലി പോയിക്കൊണ്ടിരിക്കുന്ന ടീമായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാനായിട്ട് കുറച്ച് സമയം എടുത്തു, കാരണം അത് പാർക്കിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ നല്ല ബ്ലോക്കും കാര്യങ്ങളായിരുന്നു. അങ്ങനെ പിന്നെ തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പഴയ പോലെ തന്നെ നാളെ ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.